ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനാൻഷ്യസിൽ എത്തിയതിന് ശേഷം ഉണ്ണി പറയുന്നുണ്ട് അവരുടെ പേരിൽ കേസ് കൊടുക്കണമെന്നും കണ്ണേട്ടൻ അരയ്ക്ക് താഴേക്ക് തളർന്ന ഒരാളായതുകൊണ്ട് കണ്ണേട്ടൻ്റെ വാക്കിനെ കോടതി വില കൽപ്പിക്കുമെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ കേസ് തീരാൻ വർഷങ്ങളെടുക്കും, അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ അവരെ അങ്ങ് കൊന്നുകളയണം, കണ്ണേട്ടൻ എൻ്റെ കൂടെ നിന്നാൽ മതി എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അത് കേട്ട് കണ്ണനാകെ വല്ലാതാവുന്നുണ്ടെങ്കിലും നീ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോ, ഞാൻ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയോട്. ശേഷം കണ്ണേട്ടൻ എന്തിനാ കുറേ അകലെ കാറ് പാർക്ക് ചെയ്തത്, ഇതിലെന്തോ ദുരൂഹതയുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലെല്ലാം ഉണ്ണിക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രൂട്ട് സ്റ്റോപ്പിൽ ചെന്നിട്ട് കണ്ണേട്ടൻ ഇവിടേക്ക് വരാറുണ്ടോ എന്നെല്ലാം അന്വേഷിക്കുമ്പോൾ കണ്ണൻ സാറ് ഇന്നുകൂടി വന്നിരുന്നു എന്നും എല്ലാ ഫ്രൂട്ട്സും ഓരോ കിലോ വെച്ച് വാങ്ങിക്കൊണ്ടു പോയി എന്നെല്ലാം അയാൾ പറയുന്നത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. തുടർന്ന് എന്തായാലും വീട്ടിലേക്കല്ല ഫ്രൂട്ട്സ് വാങ്ങിയിരിക്കുന്നത്, ഈ സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കേണ്ട ആൾക്ക് തന്നെയാണ് അങ്ങേരത് കൊടുത്തിരിക്കുന്നത് എന്നും മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ണിക്ക് തോന്നുന്നുണ്ട്. പിന്നീട് കണ്ണൻ മാർക്കോയെ ചെന്ന് കാണുന്നു. എന്നിട്ട് ഉണ്ണിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതാണ് അവൻ എൻ്റെ പുറകെ ചുറ്റിത്തിരിയുന്നത്. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും ഫൈനാൻഷ്യസിലും അവന് വിലക്ക് ഏർപ്പെടുത്തിയതോടെ കരുണയുടെ മുന്നിൽ പോലും അവനുണ്ടായിരുന്ന വില പോയി. കുട്ടിക്കാലം മുതലേ സ്വാർത്ഥനും സ്വത്തുമോഹിയുമായ ആളാണ് ഉണ്ണി. മഹിയുടെ കയ്യിൽ നിന്നും എല്ലാം തിരികെ കിട്ടാൻ അയാളെ അപായപ്പെടുത്താനുള്ള നീക്കത്തിലാണ്. എന്നോടും കൂടെ നിൽക്കണമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ സാർ ഒന്നുകൊണ്ടും ഭയക്കണ്ട, ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ മഹാലക്ഷ്മിക്കും കുഞ്ഞിനും ഒരു പോറൽ പോലും ഏൽക്കില്ല. ആ പ്രതാപനോടും മേഘനോടും ഒക്കെ ഉള്ളതിനേക്കാൾ ദേഷ്യം എനിക്ക് അവനോടുണ്ട്. സ്വന്തം ഏട്ടൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരനിയൻ സാറിൻ്റെ അനിയനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ ഒരു വിരോധവും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. മഹിയും കുഞ്ഞും പിടന്നു തീരണം എന്നാഗ്രഹിക്കുന്ന അവന് എന്ത് ശിക്ഷ വേണമെങ്കിലും മാർക്കോയ്ക്ക് നൽകാം, അത്രയ്ക്ക് വിഷം ഉള്ളിൽ വെച്ചാണ് അവൻ്റെ നടപ്പ് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഇടിച്ചവനെ ഞാനൊരു മൂലയ്ക്ക് ഇരുത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. പിന്നീട് തോമസ് വൈദ്യൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് സംഭവിച്ചതുപോലെ പ്രതാപൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. കുറേ ദൂരം അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ആരോ തന്നെ പുറകിൽ നിന്നും വിളിക്കുന്നത് പോലെ തോന്നുന്ന പ്രതാപൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അയാളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, വിശ്വനാഥനെ തന്നെയാണ് അയാൾ കാണുന്നത്. അങ്ങനെ വിശ്വനാഥനെ കാണുന്ന പ്രതാപൻ അവിടെ നിന്നും പേടിച്ച് ഓടുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തെത്തുന്നതും തലയിടിച്ച് അവിടെ താഴെ വീഴുകയും അതോടുകൂടി അയാളുടെ ബോധം പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനെ മുറിയിൽ കാണാത്തത് കൊണ്ട് തന്നെ ആകെ പരിഭ്രമിക്കുന്നു. ഇവനിത് എവിടെ പോയി കിടക്കുകയാണെന്ന് എല്ലാം മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം മോഹിനി വരുമ്പോൾ എടി മോഹിനി, പ്രതാപനെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവനവിടെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ആർക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. കണ്ണൻ്റെ അച്ഛനെ പോലെ പലരുടെയും ദേഹത്തേക്ക് അമ്മയുടെ മുൻ ലോറി ഇടിച്ച് കയറ്റിയിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ തിരിച്ചടികൾ എന്നാലും അനുഭവിച്ച് തീരൂ എന്ന് മോഹിനി പറയുന്നത് കേട്ട് ആകെ പേടി പിടിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിക്ക്. പിന്നീട് ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന മാർക്കോ വഴിയരികിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന പ്രതാപനെ കണ്ട് വണ്ടി നിർത്തി അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. വിശ്വനാഥ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെല്ലാം അബോധാവസ്ഥയിലും പുലമ്പുന്നുണ്ട് കേട്ടോ അയാൾ. താൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കുള്ള ശിക്ഷ താൻ അനുഭവിച്ചേ തീരൂ പ്രതാപ, തനിക്കിനി നിലവിളി ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല, മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും തനിക്ക് കഴിയില്ല എന്ന് പ്രതാപനെ നോക്കി പറയുന്നുണ്ട് മാർക്കോ. പിന്നീട് ഉണ്ണി തൻ്റെ മനസ്സിലെ സംശയം കരുണയോട് പറയുന്നു. കണ്ണേട്ടൻ ആ ഫ്രൂട്ട്സ് വാങ്ങി ഏതായാലും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല, പിന്നെ അത് അവർക്ക് തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത് എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് നെല്ലിക്കത്തളം വെക്കേണ്ടി വരുമെന്നാണോ തോന്നുന്നത്? കണ്ണേട്ടനത് മറ്റാർക്കെങ്കിലും കൊടുക്കാനായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക. എൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ വെറും മണ്ണുണ്ണിയാണ്. ഇനി അതിൻ്റെ കൂടെ തലയ്ക്ക് ഉള്ള സ്ഥിരത കൂടി നിങ്ങളുടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരുണ അവിടെ നിന്ന് പോയതിന് ശേഷം അവരെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിടാൻ പ്ലാൻ തയ്യാറാക്കിക്കൊള്ളാനല്ലേ കണ്ണേട്ടൻ പറഞ്ഞത്. എല്ലാം റെഡിയാക്കിയിട്ട് കണ്ണേട്ടനെ കൊണ്ട് തന്നെ ആ കൃത്യം ചെയ്യിക്കണം. എങ്കിൽ കരുണ പറഞ്ഞതുപോലെ അയാളെ പോലീസ് കൊണ്ടുപോയിക്കോളും, അതോടുകൂടി രണ്ടുപേരുടെയും ശല്യം ഇല്ലാതാകുമെന്നെല്ലാം മനസ്സിൽ കണക്കുകൂട്ടി സന്തോഷിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. പിന്നീട് ഉണ്ണിയെ വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ് മാർക്കോ. അപ്പോൾ മാർക്കോയെ കാണുമ്പോൾ തന്നെ ഒന്ന് പേടി പിടിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിക്ക്. തുടർന്ന് നിങ്ങൾ അവരുടെ ആളല്ലേ, നിങ്ങൾ എന്തിനാ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തിയെന്നെല്ലാം ഉണ്ണി ചോദിക്കുമ്പോൾ നീ അനന്ത് സാറിൻ്റെ വീട്ടിൽ ചെന്ന് മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയെന്നറിഞ്ഞു. ഇനി മഹാലക്ഷ്മിക്ക് നേരെ നീ ഒരു ചെറുവിരൽ അനക്കിയാൽ നിൻ്റെ അമ്മായിയച്ഛൻ്റെ കാര്യം നിനക്കറിയാലോ, അതിലും വലിയ തിരിച്ചടിയായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അവരുടെ കൂടെ എങ്ങനെ നിൽക്കുന്നത്?
അവരെൻ്റെ കണ്ണേട്ടനെ വഞ്ചിച്ച് സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തവരാണ്. നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നത് കണ്ടാൽ തോന്നുമല്ലോ അവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിങ്ങളുടേതാണെന്ന് എല്ലാം ഉണ്ണി പറയുമ്പോൾ തന്നെ അവൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. അപ്പോൾ അതോടുകൂടി മാർക്കോയുടെ കൈൻ്റെ ചൂട് എന്താണ്, ആ ശക്തി എന്താണെന്ന് ഉണ്ണി തിരിച്ചറിയുന്നുണ്ട്. തുടർന്ന് ഇത് വെറും സാമ്പിളാണെന്നും ഇനി നീ മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും എതിരെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ പിന്നെ നീ 2 കാലിൽ എഴുന്നേറ്റ് നടക്കില്ല. ആ മേഘൻ്റെ ഗതി തന്നെയായിരിക്കും നിനക്കും വരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ ശരിക്കും വിരട്ടി വിടുന്നുണ്ട് കേട്ടോ മാർക്കോ. അങ്ങനെ മാർക്കോയുടെ കയ്യിൽ നിന്നും നല്ലത് കിട്ടുന്നതോടുകൂടി തന്നെ ഉണ്ണി ഒരു പാഠം പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതാപനാണെങ്കിലും നിലവിളി ഒഴിഞ്ഞിട്ട് നേരമില്ല. അയാൾക്ക് മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് വിശ്വനാഥിൻ്റെ ആത്മാവ് തന്നെയാണോ, അതോ എല്ലാം അയാളുടെ വെറും തോന്നലാണോ, അതോ ഇനി വിശ്വനാഥിന് പകരം മറ്റാരെങ്കിലും ആണോ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ കിടലൻ എപ്പിസോഡ്സിനായിട്ട്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്